നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. കോൺഗ്രസിന്റെ വിജയോത്സവം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്നു. ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പുലിക്കുട്ടിയായ സുധാകരനെ ചെവിക്ക് പിടിച്ച് കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വിട്ടു എന്ന ഒരു ആരോപണം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്തായിരുന്നു സത്യം? ഞാൻ രാഹുൽ ഗാന്ധിയെ ഈ കാര്യത്തിൽ ഹാർദവമായിട്ട് അനുമോദിക്കുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തെ പറ്റി ഒരു നല്ല വാക്ക് പറയാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്. പാർട്ടിയുടെ ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കേണ്ടത് KPCCയുടെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അല്ലേ? അതാണ് പ്രോട്ടോകോൾ. നേരെ മറിച്ച് അത് UDFന്റെ മൊത്തം ഒരു പരിപാടിയാണെങ്കിൽ അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രധാന സ്ഥാനം ഇരിക്കേണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് നടന്ന പരിപാടിയിൽ മുഖ്യ സ്ഥാനത്തിരിക്കേണ്ട KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് പകരം സുധാകരനെ ആ കസേരയിൽ കയറിയിരിക്കാൻ എന്താണ് അവകാശം? അദ്ദേഹം താൻ പണ്ട് KPCC പ്രസിഡന്റ് ആയിരുന്നു എന്ന ഓർമ്മയിലായിരിക്കാം. അതിപ്പോ KPCC പ്രസിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വളരെ ഔചിത്യത്തോടുകൂടി അദ്ദേഹത്തെ വിളിച്ച് എണീൽപ്പിച്ച് വിട്ടു. സണ്ണി ജോസഫ് വളരെ വിനയത്തോടുകൂടി വന്ന് ആ കസേരയിൽ ഇരുന്നു. സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹം പുലിയായിരിക്കാം, പക്ഷെ ഒരു സാമാന്യമായ ഔചിത്യവും സംസ്കാരവും സുധാകരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ഇരിക്കേണ്ടിടത്ത് വന്നിരിക്കില്ലായിരുന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ പരിപക്വമായ പെരുമാറ്റത്തിന് ഹാർദവമായ അനുമോദനങ്ങൾ. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് നന്ദി, നമസ്കാരം.